വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിവിടെ എന്താണ് ഒരു കോസ്റ്റ കോഫിയൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ കോഫിയുടെ ഒരു സ്റ്റോറി പറയാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആ സ്റ്റോറി ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇംഗ്ലണ്ടിൽ ഈ കോഫി ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഏത് കോഫി വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട്. നാട്ടിലാണെങ്കിൽ മുട്ടിന് ചായക്കട പലഹാരമൊക്കെ, ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ എൻ്റെ ഒരു 20 വർഷം മുന്നത്തെ ഒരു സ്റ്റോറിയും പിന്നെ ഈ കോഫിയിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്താ കഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-20 വർഷം മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ലണ്ടന് പോയി. അപ്പോൾ ലണ്ടനിൽ നമ്മളറിയാലോ നാട്ടിൽ നിന്ന് വന്ന സമയത്താണ്. ആ സമയത്ത് നാട്ടിൽ നമ്മൾ എവിടെ പോയാലും ചായക്കടയും പലഹാരങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞപ്പോഴത്തേനും കാപ്പി കുടിക്കണം. അപ്പോൾ കാപ്പിക്ക് 1.5-2 പൗണ്ടാണ്. അതും ഒരു എക്സ്പെൻസീവായിട്ടാണ് നമ്മുടെ കണക്കിലെന്ന്. പിന്നെ ഏത് കാപ്പി എന്താണെന്ന് പറയേണ്ട അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി കാപ്പി കുടിച്ചു. അന്ന് ഞങ്ങൾ കാപ്പിച്ചിനെ ഓർഡർ ചെയ്തു. പക്ഷേങ്കിൽ വായ വെച്ച് കുടിക്കാൻ പറ്റിയില്ല. മേടിച്ച പോലെ തന്നെ കൊണ്ട് കളയേണ്ടി വന്നു. അപ്പോൾ ഇപ്പോഴാണ് ഈ കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷമാണ് ഈ കാപ്പിയുടെ ഡിഫറൻസ് ഒക്കെ മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഈ കോഫിയുടെ ഡിഫറൻസ് ഒന്ന് നോക്കിയാലോ. ലാറ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ലപോലെ പാലൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കാപ്പി, അതാണ് ലാറ്റെ. ഞാൻ ഇപ്പോൾ വെളിയിൽ പോയാലോ അല്ലെങ്കിൽ എപ്പോഴും കാപ്പി കുടിക്കണമെന്നെങ്കിൽ ലാറ്റെ കുടിക്കാറുള്ളൂ. കപ്പുച്ചിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിയും പാലും പാൽപ്പതയും അത് മിക്സാണ്. അത് വലിയൊരു രസമൊന്നുമില്ല കുടിക്കാൻ. പിന്നെ എസ്പ്രസ്സോ എന്ന് പറഞ്ഞാൽ കാപ്പി സത്താണ്, റിയൽ കട്ടൻ കാപ്പി, പക്ഷേ ഭയങ്കര കയ്പ്പാണ്. പിന്നെ അമേരിക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എസ്പ്രസ്സോയുടെ ഒരു ലൈറ്റ് വേർഷനാണ്. അതും എന്നെ പോലെയുള്ളവർക്കൊന്നും കുടിക്കാൻ പറ്റത്തില്ല, അത്രയും കടുകട്ടി കാപ്പിയാണ്. പിന്നെ മോക്ക എന്ന് പറഞ്ഞാൽ കാപ്പി, ചോക്ലേറ്റ്, പാൽപ്പത, ഇതാണ് അതിനകത്തെ മിക്സ്. അപ്പോൾ അതും നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കുടിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് നെക്സ്റ്റ് ഒരു വേർഷനാണ്. ഇതിനകത്ത് ചോക്ലേറ്റൊക്കെ ഇട്ട് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ടൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കാപ്പിയൊന്നും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അല്ല, അപ്പം കാപ്പി ചൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പാൽ കാപ്പിയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ എപ്പോഴും ലാറ്റെ ഓർഡർ ചെയ്യുക.